നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മലയാളത്തിന്റെ മഹാപ്രതിഭ ശ്രീനേട്ടന്റെ പാടത്ത് ഈ തവണയും സൂര്യകാന്തി പൂത്തു. കൊച്ചിക്കാർക്ക് ഇനി സൂര്യകാന്തി പാടം കാണാൻ തമിഴ്നാട്ടിൽ നിന്നും പോകണ്ട. കാക്കനാട് നിന്ന് വെറും 15 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ ഒരു സ്പോട്ടിലേക്ക് വന്നാൽ മതി. 14 വർഷങ്ങൾക്ക് മുന്നേ ശ്രീനേട്ടനും മനു ഫിലിപ്പ് എന്ന അദ്ദേഹത്തിന്റെ കർഷക സുഹൃത്തും കൂടിയാണ് ഈ പാടത്ത് കൃഷി തുടങ്ങിയത്. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ എൻട്രി ഫീസ് ഒന്നും കൊടുക്കണ്ട എന്നതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എന്നാൽ പിന്നെ പൂക്കളൊക്കെ കൊഴിയുന്നതിന് മുന്നേ തന്നെ പോകാനായി പ്ലാൻ ചെയ്തോളൂ. അതോടൊപ്പം കൂടെ വരാൻ ചാൻസ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ദാ അവിടെയാണ് സൂര്യകാന്തി പാടം ഉള്ളത്. അങ്ങോട്ടേക്ക് പോകാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു തുടങ്ങിക്കോ. ഇതിന്റെ എൻഡിൽ ഒരു ജനലിന്റെ പീസ് വെച്ചിട്ടുണ്ട്. അതിൽ ചവിട്ടി താഴേക്ക് ഇറങ്ങുക. അവിടെ നിന്ന് വരമ്പിലേക്ക് ചാടിക്കോ. പക്ഷെ ചാടുമ്പോൾ പൂക്കളൊന്നും നശിപ്പിക്കരുത് കേട്ടോ. രാവിലെ വരികയാണെങ്കിൽ അധികം തിരക്കൊന്നും ഉണ്ടാകില്ല. ഞാൻ ചെന്നപ്പോൾ ഒരു ഗ്രൂപ്പ് അവിടെ റീൽ ഷൂട്ട് ചെയ്ത് തകർക്കുന്നുണ്ടായിരുന്നു. സൂര്യകാന്തി ചെടികളുടെ ഇടയിലേക്ക് പോയി ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഇവിടെ പ്രശ്നമില്ല. മേൽനോട്ടത്തിന് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല എന്ന് കരുതി അത് മിസ്യൂസ് ചെയ്യരുത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 30 തീയതിയാണ്. മെയ് മാസം പകുതി വരെ ഈ പൂക്കൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശ്രീനിയേട്ടന്റെ ഒരു സ്മാരകത്തിന്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്. മെയ് 1 അതിന്റെ ഉദ്ഘാടനം. ഈ ഒരു സെറ്റപ്പ് കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനടുത്ത് തന്നെ ചെറിയൊരു ജമന്തിത്തോട്ടമുണ്ട്. വയലിലൂടെ കുറച്ചും കൂടെ നടന്നാൽ ഈ ഒരു മനോഹരമായ കുഞ്ഞൻ അമ്പലത്തിലെത്താം. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കണ്ടനാടാണ്. ഇങ്ങോട്ടേക്ക് വരാനുള്ള ലൊക്കേഷൻ വേണ്ടവർ കമന്റ് ചെയ്താൽ മതി. DM-ൽ അയച്ചു തരാം. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.